السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله. ആദരണീയരായ പണ്ഡിതന്മാരെ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ സംസ്ഥാന ജനറൽ കൺവീനർ ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, മലപ്പുറം ഈസ്റ്റ് ജില്ല നിലമ്പൂർ സോണിൻ്റെ ബഹുമാന്യനായ കൺവീനർ അബ്ദുൾ റഷീദ് മാസ്റ്റർ, സ്റ്റേജിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സദസ്സിനെ ധന്യമാക്കുന്ന ഈ നാടിൻ്റെയും പരിസരത്തെയും ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇതര പ്രസ്ഥാനങ്ങളിലും സംഘങ്ങളിലും സംഘടനകളിലും പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന് ആദർശപരമായി എന്ത് നിലപാടാണ് പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ, കാതോർക്കുവാൻ നേരത്തെ എത്തി ഇതിൻ്റെ അവസാന ഭാഗം വരെ വളരെ ശ്രദ്ധാലുക്കളായി ഈ പരിസരത്ത് നിന്ന എൻ്റെ ബഹുമാന്യരായ നാട്ടുകാരെ, ഇവിടെ ഈ സദസ്സിൻ്റെ മുമ്പിൽ വ്യത്യാസങ്ങളിൽ ഗൗരവമേറിയ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും ഇതൊരു തൗഹീദി പ്രസ്ഥാനമാണ്, അതിന് പ്രാധാന്യം നൽകുന്ന പ്രസ്ഥാനമാണ് എന്ന് ഒറ്റവാക്കിൽ എല്ലാവരും പറയും. പ്രവാചകന്മാർ തന്റെ അനുചരന്മാരെ വിളിച്ചപ്പോ വഇദാ ഖീല ലഹും, നിങ്ങൾ വരണമെന്ന് പ്രവാചകന്മാർ പറയുകയാണ് അവരോട്. നബിമാരുടെ ചരിത്രങ്ങളെ ഖുർആൻ വിശദീകരിക്കുന്ന ഭാഗത്ത് 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്ന വാക്കുണ്ട്, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതിലേക്ക് നിങ്ങൾ വരുവീൻ. മാത്രമല്ല വഇല റസൂൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക്, പ്രഖ്യാപനത്തിലേക്ക്, ജീവിതചര്യയിലേക്ക് നിങ്ങൾ വരുവീൻ എന്ന് മുൻകാല സമുദായങ്ങളോട് നബിമാർ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് പറഞ്ഞ ഒരു മറുപടി ഈ ഗൗരവമേറിയ വേദിയുടെ മുന്നിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് 4 വ്യത്യാസങ്ങളെ മാത്രം ഇവിടെ പറഞ്ഞതിന്റെ ബാക്കി, എന്തിനാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പ്രമാണം വെച്ചുകൊണ്ട് തന്നെ കൃത്യമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെറുതെ ഒന്നും പറയുകയല്ല, മറിച്ച് പ്രമാണബദ്ധിതമായിട്ടാണ് ഈ സമൂഹത്തോട് സംസാരിക്കുന്നത്. ഐക്യമാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഒരു മാലയിലെ മുത്തുമണികളെ പോലെ, ഒരു ചെങ്ങലയിലെ കണ്ണികളെ പോലെ ഒരുമിച്ചു നിൽക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ കോഴിക്കോടിന്റെ സമ്മേളന നഗരിയിൽ വെച്ച് ബഹുമാനനായ എന്റെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹുസൈൻ മടവൂർ പറഞ്ഞു, എന്റെ ഗുരുനാഥനാണ്. ബഹുമാനനായ മുഹമ്മദ് കുട്ടശ്ശേരി, അദ്ദേഹവും പണ്ഡിതനാണ്, എന്റെ ഗുരുനാഥനാണ്. അദ്ദേഹം സംസാരിക്കുമ്പോ പറഞ്ഞു, കുട്ടശ്ശേരിയോട് ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചത്? ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഒരുമിച്ച് ചേരൽ ഉണ്ടായിട്ടുണ്ടോ
എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി ചോദിച്ചപ്പോൾ കുട്ടശ്ശേരി എനിക്ക് തന്ന മറുപടി 14 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരുമിച്ചു ചേരൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് വല്ലാത്ത സന്തോഷം നൽകുന്ന വാക്കാണ്, ഹൃദയത്തിന് കുളിർമ നൽകുന്ന വാക്കാണ്, ചെവിക്കും കർണപുടങ്ങൾക്കും ശ്രവണപുടങ്ങൾക്കും വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു പദപ്രയോഗമാണ്. ഇത് നാം എല്ലാം മറക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, നമ്മൾ ഒന്നിച്ചു ചേരുന്നു. ഇവിടെ ഞാൻ ഒരു വാക്കുകൂടി ഗുരുനാഥന്മാർക്ക് മുമ്പിൽ ഞാൻ ചേർത്തി പറയുകയാണ്. എന്തുകൊണ്ട് എത്രയും വേഗത്തിൽ ഒരുമിച്ചു ചേർന്നു? ഈ ഒരുമിച്ചു ചേരലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടുത്തെ സമസ്തയോടും ഒരുമിച്ചു ചേരാം. ഈ ഒരുമിച്ചു ചേരലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംഘങ്ങളോടും സംഘടനകളോടും നമുക്ക് ഒരുമിച്ചു ചേരാം. കാരണം കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, ആദർശത്തിൽ അപ്പുറത്തു നിൽക്കുന്ന ഒരു ടീമും അവരുടെ കണ്ണിലും വീക്ഷണത്തിലും ആദർശത്തിൽ ഇപ്പുറത്തു നിൽക്കുന്ന ഒരു ടീമും തമ്മിൽ ചർച്ച ചെയ്ത് അവർക്ക് അവരുടേതായ ആദർശവുമായി പോവാം, നമുക്ക് നമ്മുടെ ആദർശവുമായി പോകാം. ആധുനിക ലോകത്തിന്റെ ഈ മനുഷ്യലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിന് നേരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ നാം ചേരിചേരികളായി മാറി നിൽക്കുന്നതിനേക്കാൾ ഭേദം നമുക്കൊന്നിച്ചു നിൽക്കലാണ് എന്നതാണ് മാറ്ററെങ്കിൽ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. മറിച്ച് മാസങ്ങളായി ആദർശപരമായ ചർച്ച നടത്തുകയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതാണ് സമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചതുപോലെ യാഥാർത്ഥ്യമെങ്കിൽ അത് യാഥാർത്ഥ്യമായിരുന്നില്ല എന്നാണ് ആ യോജിപ്പിന് ശേഷം വന്ന ശബാബിലും യോജിപ്പിന് ശേഷം വന്ന വിചിന്തനത്തിലും നമുക്ക് വായിക്കേണ്ടി വന്നത് എന്ന് മാത്രം ഒറ്റവാക്ക്. ഒരു ഭാഗത്ത് പറയുന്നു സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്, മറുഭാഗത്ത് പറയുന്നു അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന്. ബഹുമാനനായ ടി കെ അഷ്റഫ് സാഹിബ് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഒരുമിച്ച് ചേർന്നവരോട് അവിടുന്ന് അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയും. എന്റെ സമയപരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പിരിയാം. എന്താണ് ഞാൻ ഓതിവച്ച ആയത്തിൽ മുൻഗാമികൾ പറഞ്ഞ വാക്ക്? അള്ളാഹുവിലേക്ക് വരുവീൻ. പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുവീൻ എന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറയുമ്പോ ആളുകൾ കൊടുത്ത മറുപടി ഖാലു ഹസ്ബുന, ഞങ്ങൾക്ക് മതി, മാ വജദിനാ അലൈഹി ആബാഅന. ഇത് സമസ്തക്കാർക്ക് മേലെ ഓതാനുള്ള ആയത്തല്ല, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മേലെ ഓതിക്കേൽപ്പിക്കാനുള്ള പരിശുദ്ധ ഖുർആനിന്റെ അള്ളാഹുവിന്റെ വചനാമൃതമല്ല. മുൻഗാമികൾ നബിമാരോട് കൊടുത്ത മറുപടി ഹസ്ബുന, ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് മതി. എന്തു മതി? മാ വജദിനാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ എങ്ങനെ കണ്ടുവോ അവർ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടത് ആ നിലപാട് മതി. അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിക്കാത്തവരാണെങ്കിലും അവർക്കൊരു വിവരവുമില്ലാത്തവരാണെങ്കിലും ഉപ്പയുടെ വല്ലിപ്പയുടെ ആ പാത മതി എന്ന് തീരുമാനിക്കലാണോ എന്ന് പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം അതിന്റെ 104-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും വ്യത്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. തൗഹീദി പ്രബോധനത്തിൽ ഉജ്ജ്വലമായ, ഏറ്റവും സത്യസന്ധമായ, സുവ്യക്തമായ, സുതാര്യമായ തെളിഞ്ഞ റൂട്ടിലൂടെ എക്കാലഘട്ടത്തിലും ഒരേ ശബ്ദത്തിൽ, ഒരേ വ്യാഖ്യാനത്തിൽ, ഒരേ ആദർശത്തിൽ തൗഹീദിന്റെ രംഗത്ത് പ്രബോധനം നിർവഹിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ആർക്ക് അവകാശപ്പെടാനാകുമോ ആ അവകാശപ്പെടുന്നവരാണ് ഈ സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാവമല്ല, ഏതെങ്കിലും പണത്തിന്റെയോ കോടികളുടെയോ ലക്ഷങ്ങളുടെയോ പിന്നാലെ ഒരു കൊച്ചു സംഘം നടന്നു പോകുന്നതല്ല. മുൻഗാമികളായ സച്ചരിതരായ അതേ സലഫുസ് സാലിഹുകളുടെ പാത സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് ആര് പ്രിയപ്പെട്ടവരെ ചുക്കാൻ പിടിച്ചിരുന്നോ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമേറ്റുകൊണ്ട് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയ അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ
പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിന് പ്രിയപ്പെട്ടവരെ ആമുഖ പേജുകളിൽ ഒരു സന്ദേശം എഴുതി കൊടുക്കുന്ന ഒന്ന് NB അബ്ദുസ്സലാം മൗലവി അരീക്കോട്. അറിയാത്ത മുജാഹിദുകൾ ഉണ്ടാവുകയില്ല. ഞാൻ വരികൾ വായിച്ച് സമയം കളയുന്നില്ല. സത്യങ്ങൾ തുറന്ന് പ്രസ്താവിച്ചു കാണുന്നതിൽ സന്തോഷമുണ്ട്. സ്നേഹിതന്മാരുടെ കളിയാക്കൽ വകവെക്കാതെ ജീവിക്കാൻ കഴിയുന്നത് ഒരു വമ്പിച്ച നേട്ടമാണ്. ഇതിലെന്താ പറയുന്നത്? വിഷയം എന്താ? മനുഷ്യന്റെ യഥാർത്ഥ ശത്രു, മനുഷ്യന്റെ യഥാർത്ഥ ശത്രു. ആരാ ഈ പുസ്തകം എഴുതിയത്? ഡോക്ടർ M ഉസ്മാൻ സാഹിബ്. ആരായിരുന്നു അദ്ദേഹം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് അല്ലേ. രണ്ടാമത്തെ പേജിൽ ആരാണ് സന്ദേശം എഴുതി കൊടുക്കുന്നത്? K ഉമർ മൗലവി, തിരൂർക്കാട്. നോക്കൂ, നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത്. ഇസ്ലാമിക വിജ്ഞാന രചനയിൽ ഈ വിഷയമായി മലയാളത്തിൽ ഇതുവരെ ആരും ഇത്ര പ്രഗത്ഭമായി എഴുതിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. ആധുനിക വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറക്കും എന്നെ പോലെയുള്ളവർക്കും ഈ രചന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു. ഡോക്ടർ അവർക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. K ഉമർ മൗലവി, തിരൂർക്കാട്. എന്തിനാ ഞാൻ ഇതൊക്കെ വായിച്ചത്? ഈ പുസ്തകത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീനും ഇന്ന് യോജിച്ചു എന്ന് പറയുന്ന എന്റെ ബഹുമാനനായ ഉസ്താദാകുന്ന മടവൂർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ടീമും ഈ പുസ്തകം ഇന്ന് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ പുസ്തകം വിൽക്കാൻ? പക്ഷേ അന്നും ഇന്നും ഒരേ ആദർശം വെച്ച് പുലർത്തുന്ന വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ താംവഴി സ്വീകരിച്ച് നടന്നു വരുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച് മുൻഗാമികളായ നേതാക്കന്മാർ കാണിച്ചു തന്ന പാതയിൽ വക്രീകരണം വരുത്താതെ, ഏറ്റക്കുറച്ചിലുകൾ വരുത്താതെ, വെട്ടിച്ചുരുക്കലുകൾ നടത്താതെ ഈ പ്രസ്ഥാനം ആദർശം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പുസ്തകം ലക്ഷക്കണക്കിന് കോപ്പിയടിച്ച് ശരി സുഹൃത്തുക്കളെ വിതരണം ചെയ്യാൻ റെഡിയാണ്. ഈ പുസ്തകം KNMന്റെ പ്രസിഡന്റായി ജീവിച്ച് മരിച്ചുപോയ ഡോക്ടർ M ഉസ്മാൻ സാഹിബ് പിശാചിനെ കുറിച്ചെഴുതിയ പുസ്തകം ഇന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന് ആവശ്യമില്ല. ഇന്ന് മടൂർ വിഭാഗത്തിന് ആവശ്യമില്ല. നിലമ്പൂരിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ സ്മരിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ കൗണ്ടറിൽ പോലും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന സമ്മേളനത്തിൽ, അദ്ദേഹത്തിന്റെ പേരിട്ട് വിളിക്കുന്ന സമ്മേളന നഗരിയിൽ ഈ പുസ്തകം വിൽക്കാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. അല്ലേ? എന്തിനാ ഞാൻ നേരത്തെ ആയത്തോതിയത്? നമ്മൾ ഇത് പറയുന്നവരാണോ? ഞങ്ങൾ സ്വീകരിച്ചു വന്നൊരു പാത മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. വാദിച്ച സ്ഥലത്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞങ്ങൾ അവിടെ നിൽക്കും എന്ന് പറയലാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കണം. ഗൗരവത്തോടുകൂടി ഓർക്കണം. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, സൂറത്ത് ബഖറ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ നിന്ന് കേട്ടോളൂ. 161-ാമത്തെ വചനം, 62-ാമത്തെ വചനം. ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ, ഈ അപ്പുറത്തു നിന്ന് ഐക്യ സമ്മേളനം നടത്തുന്ന പണ്ഡിതന്മാർ വേദികൾ ധാരാളം തവണ ഓതി കേൾപ്പിക്കുന്ന വചനമായതുകൊണ്ടാണ് ഞാൻ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. അതിനു മുമ്പ്, ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ നിലപാടുകളിൽ പ്രിയപ്പെട്ടവരെ തനിക്ക് തെളിവുകൾ വന്നെത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു. അത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ ആരെയും പേടിക്കാതെ, ആരെയും ഭയപ്പെടാതെ ആഖിറത്തിലെ പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് ജനക്കൂട്ടത്തിന്റെ മുന്നിലും എഴുന്നേറ്റ് നിന്ന് ആ വിഷയത്തിൽ എനിക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ, ആ വിഷയത്തിൽ എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ധൈര്യമുണ്ടാകണം. പക്ഷേ അങ്ങനെ ഒരു ധൈര്യം കണ്ടില്ല. കേട്ടോളൂ നിങ്ങൾ ആയത്ത് നിങ്ങൾ വിട്ടുപോയിട്ടൊന്ന് ശരിക്കും മറിച്ചു നോക്കണം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ വഉലൈക തൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന്റെ അർത്ഥം എന്താ?
ആദ്യം ശാപമാർക്ക, ആദ്യം ശാപം ഉന്നയിച്ചതാർക്ക? ശരിക്ക് നിങ്ങൾ വീട്ടിൽ പോയി യമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം. ഈ ആയത്തിന്റെ ഒരു ഭാഗമോദി ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഇതാ നിലപാട് നന്നാക്കുകയാണ്. പിന്നെ പറഞ്ഞത് എന്താ? അല്ലാഹു തആല പറയാൻ പ്രഖ്യാപിച്ചത്, ചെയ്യാൻ പറഞ്ഞത് വബയ്യനു, എന്നിട്ടത് വ്യക്തമാക്കി കൊടുക്കണം. വ്യക്തമാക്കി കൊടുത്തില്ല. ഐക്യത്തിന്റെ ആഹ്വാനം പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന അന്ന് അതിന്റെ ആസ്ഥാന കേന്ദ്രത്തിലേക്ക് മീഡിയകളുടെയും പത്രമാധ്യമങ്ങളുടെയും ആളുകൾ കയറിച്ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സിഹറിന്റെ വിഷയത്തിൽ പറയാനുള്ളത്? യാഥാർത്ഥ്യമുണ്ടെന്ന് വാദിക്കുന്നവരും യാഥാർത്ഥ്യമില്ലെന്ന് വാദിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾ ഇപ്പോൾ ഐക്യത്തിലെത്തിയപ്പോൾ നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, 20-ാം തീയതി 5-ാം തീയതി പറയുന്നു, 20-ാം തീയതി ഒരു മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുമ്പോ അവിടെ വെച്ച് എല്ലാം വിശദീകരിക്കുമെന്ന് ആയിരക്കണക്കിന് മനുഷ്യർ കോഴിക്കോടിന്റെ കടപ്പുറത്തേക്ക് ചെന്നത് ആദർശ രംഗത്തെ നിലപാടുകൾ കേൾക്കാനാണ്. അവിടെ വെച്ച് പറഞ്ഞോ? പറഞ്ഞില്ല. അവിടെ വെച്ച് പറഞ്ഞോ? ഈ ആയത്തോതുന്ന പണ്ഡിതന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇതാ ഞങ്ങൾ പശ്ചാത്തപിച്ചിരിക്കുന്നു. താബു, അവർ പശ്ചാത്തപിക്കുകയാണ്. തെറ്റ് സംഭവിച്ചവർ അവർ വാസ്ലഹു, നിലപാടുകൾ നന്നാക്കുകയാണ്. പിന്നെ പറഞ്ഞതോ, ഏത് വിഷയത്തിലാണ് തെറ്റു സംഭവിച്ചത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചുരുക്കി പറയാണ്, ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്നത് എന്റെ ഭാഗത്ത് സംഭവിച്ച അറിവില്ലായ്മയാണ്, ഞാൻ കിട്ടിയത് വെച്ച് നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. ഇതാണ് ശരി, ഇതാണ് ശരി. മദ്ഹബിന്റെ ഇമാമുകൾ പ്രഖ്യാപിക്കുകയാണ്, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ശരിയായ ഹദീസ് കിട്ടിയാൽ അതായിരിക്കും എന്റെ വീക്ഷണം, അതായിരിക്കും എന്റെ മദ്ഹബ് എന്ന് വിവക്ഷിച്ചു കൊടുത്ത മദ്ഹബിന്റെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ടവരെ നാം ആദരിക്കുന്നു. ആ ആദരിക്കുവാനുള്ള കാരണം ഇസ്ലാമിനോട് കാണിച്ച കൂറാണ്. വ്യഭിചരിച്ചവൻ പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, ശിക്ഷ നടപ്പിലാക്കണം. ആളുകൾക്ക് മുന്നിൽ ഒരു പക്ഷേ അപമാനിതനായി പോയേക്കാം, ആളുകൾ പലതും വിചാരിച്ചേക്കാം. പക്ഷേ അവിടെ വെച്ച് സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ ഇത് പ്രഖ്യാപിക്കുമ്പോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ആ ശിക്ഷ നടപ്പിലാക്കുന്ന രംഗത്തേക്ക് പോകുമ്പോ പരലോകത്ത് രക്ഷപ്പെടണമെന്നതാണ് അവിടൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. തിരിച്ചു പറഞ്ഞയക്കുന്ന പെണ്ണ് ഗർഭം പിന്നെ പുറത്തു വന്ന് കുട്ടി പുറത്തു വന്ന് വീണ്ടും തിരിച്ചു വരുന്നതും വീണ്ടും മടക്കുന്നതും വീണ്ടും തിരിച്ചു വരുന്നതും അപമാനത്തിന്റെ പ്രശ്നം ഭൂമിയിലെ പ്രശ്നം നോക്കിക്കൊണ്ടല്ല, നാളെ പരലോകത്തിന്റെ പ്രശ്നമാണ്. ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്നവരോട്, ഈ പരിസരത്തുള്ള പണ്ഡിതന്മാരോട്, തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് സമൂഹത്തോട് പറയുകയും തിരുത്തുകയും ചെയ്യണം. ശരി, ടി കെ അഷ്റഫ് സാഹിബ് പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, അത് വിശ്വസിച്ചാൽ ശിർക്കാണ്. രണ്ടു കൂട്ടരും യോജിച്ചപ്പോൾ ഏതാണ് നിലപാട് എന്ന് ഇപ്പോൾ ഇടയ്ക്കിടയിൽ നിൽക്കുന്നവർക്ക് അറിയുമോ? കണ്ണേറിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹദീസ് വെച്ചുകൊണ്ട് അലൈനു ഹഖ്വൻ എന്ന ഹദീസ് മാത്രം പറഞ്ഞാൽ പോരെ? ഇഷ്ടംപോലെ ഹദീസുകൾ വേറെയും പറയാനുണ്ട്. ശരി, അത് വെച്ചുകൊണ്ട് ഒരു ടീം അതിനെ എതിർക്കുന്നവരാണ്, ഒരു ടീം അനുകൂലിക്കുന്നവരാണ്. എന്ത് നിലപാടാണ് നമുക്കതിൽ ഇന്ന് യോജിച്ചവരിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്? ഏത് നിലപാടാണ്? ചിന്തിക്കണം, ശരിക്കും ആലോചിക്കണം. ഇനി ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ കാര്യം വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, സിറാത്ത് പാലം. നോക്കൂ, മുസ്ലിം ലോകം ഒന്നിച്ച് വിശ്വസിക്കുന്ന ഒന്നാണ്. സിറാത്ത് പാലം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒന്നിച്ച് എല്ലാവരും അത് വിശ്വസിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ കേട്ടോളൂ, സലാം സുല്ലമിയെ പോലെയുള്ള ആളുകൾ സിറാത്ത് പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതുമ്പോ സഹവാസം നിഷേധിക്കൽ അധ്യായം 89 എന്ന ആ അധ്യായത്തിൽ ബുഖാരിയുടെ പരിഭാഷ വിശദീകരിച്ചു വരുന്ന ഭാഗത്ത് സലാം സുല്ലമി പറയുകയാണ്, സിറാത്ത് പാലം ഇല്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ഏതാണ് ഹദീസ്? ഏത് ഹദീസാണെങ്കിലും സിറാത്ത് പാലമില്ലെന്ന് തെളിയിക്കുന്ന, സിറാത്ത് പാലമില്ലെന്നാണ് വ്യക്തമാക്കി തരുന്നത് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കാൻ പ്രിയപ്പെട്ടവര് സാധ്യമാണോ? ഉണ്ട് എന്നതിനല്ലേ ഹദീസുകൾ ഉണ്ടാവുക? ഉണ്ട് താനും. ഞാൻ ഒറ്റ ഹദീസ് മാത്രം പറയട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൽ ജിസ്റ അദഖു മിനശ് ശഅറ വഅഹദ്ദു മിനസ് സൈഫി. എന്താ പറഞ്ഞത്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നൽ ജിസ്റ, സിറാത്ത് പാലത്തെ കുറിച്ചാണ് പരാമർശം. തീർച്ചയായും അത്
അദഖു മിനശ് ശഅറ, മുടിയേക്കാൾ പ്രിയപ്പെട്ടവരെ നേർത്തതാണ്. വഅഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന പ്രയോഗം നോക്കൂ. ഇത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതല്ലേ? ആണ്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്നിട്ട് പറയുന്നു സിറാത്ത് പാലം ഇല്ല. അവിടെ അവസാനിപ്പിച്ചോ? കേട്ടോളൂ. നരകവാസികളെ പ്രത്യേകമായി വിവിധ സംഘങ്ങളായി നരകത്തിലേക്ക് നേരെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. സ്വർഗവാസികളെ സ്വർഗത്തിന്റെ നേരെയും. രണ്ടു കൂട്ടരും ഒന്നിച്ച് നരകത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോ നരകവാസികളെ മുള്ളുകൊളുത്തി താഴെ വീഴ്ത്തുകയെന്ന വീക്ഷണം പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രസ്താവനകൾക്കും മറ്റു ധാരാളം സൂക്തങ്ങൾക്കും എതിരാകുന്നതാണ്. ഏത് ഖുർആനിന്റെ ആയത്തിനാണ് എതിരാകുന്നത്? സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകുമ്പോ മുള്ളുകൊണ്ട് വലിച്ച് താഴെയിടുന്നവരും വേഗത്തിൽ പോകുന്നവരും പതുക്കെ പോകുന്നവരും ഹദീസിൽ എത്ര പരാമർശങ്ങളുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾക്കെതിരാണ് എന്ന് തൊട്ടടുത്ത സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന എന്റെ ബഹുമാന്യനായ സലാം സുല്ലമിയോട് ഞങ്ങൾ വിനീതത്തോടു കൂടി ചോദിക്കുകയാണ്, വിനയത്തോടു കൂടി ചോദിക്കുകയാണ്, ഏത് ഖുർആനിന്റെ ആയത്തിനാണ് സിറാത്ത് പാലമെന്ന പ്രവാചകന്റെ വർത്തമാനം എതിരാകുന്നത്? ഇങ്ങനെ ഞങ്ങൾ വെറുതെ പറയുകയല്ല. ഇതേ വാദമാണ് ചേകന്നൂരും എഴുതി വിട്ടിട്ടുള്ളത്. ഇപ്പോൾ വിശദീകരിച്ച് സംസാരിക്കാൻ സമയമില്ല. ചേകന്നൂർ ഒന്ന് സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് അതിനെ പരിഹസിക്കുന്ന ഒരു ഭാഗത്തിലേക്കാണ് പോയത്. ഇനി സംസം വെള്ളത്തെ കുറിച്ച് ദാ അപ്പുറത്ത് ഇന്ന് യോജിച്ചവരും അതേ രണ്ടു കൂട്ടരും ഒന്നിച്ചായി മാറിയവരിൽ നിന്ന് മടവൂരി വിഭാഗത്തിന്റെ ആളുകൾ സംസം വെള്ളത്തെ കുറിച്ച് വിശ്വസിച്ചത് എന്താ? സൗദി അറേബ്യയിലേക്ക് പോകുമ്പോ ഹജ്ജിനും ഉംറയ്ക്കും ചെല്ലുമ്പോ 20 ലിറ്റർ കൊള്ളുന്ന ക്യാനിൽ 10 ലിറ്റർ കൊള്ളുന്ന ക്യാനിൽ മുസ്ലിം ലോകത്തിലേക്ക് പാവപ്പെട്ട മുസ്ലിങ്ങൾ പ്രിയപ്പെട്ടവരെ അതും ഏറ്റി വഹിച്ചു കൊണ്ടുപോകുന്നത് പുണ്യമില്ലാത്ത ഒരു വെള്ളമായിട്ടല്ല. അല്ല, ആളുകൾ കൊണ്ടുപോകുന്നു എന്നതല്ല തെളിവ്. ആളുകൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതിന്റെ പുണ്യം നഷ്ടപ്പെടുകയില്ല. ഹദീസ് കൊണ്ട് തെളിയുന്ന കാര്യമാണ്. പക്ഷേ സലാം സുല്ലമി എഴുതുന്ന നോക്കുക. അദ്ദേഹം പറയുകയാണ്, സംസമിന്റെ പോരിശ പറയുന്ന ഹദീസുകൾ ഇമാം ദാറുഖുത്നിയും ഉദ്ധരിക്കുന്നുണ്ട്. ഇവയുടെ പരമ്പരയിൽ ധാരാളം വിശദീകരിക്കുകയാണ്. ഇന്ന ആളുകളൊക്കെ ശരി സ്വീകരിക്കാൻ പറ്റാത്തവരാണ്. മുകളിൽ വിവരിച്ച റിപ്പോർട്ടർമാരുമുണ്ട്. അതില് സ്വഹിയായ സംസമിനെ കുറിച്ച് വന്ന ഹദീസുകളുണ്ട് എന്നൊക്കെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് കേട്ടോ, മഴവെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വെള്ളമാണെന്നാണ് സൂറത്തു ഖാഫിൽ പറയുന്നത്. മഴവെള്ളം, ആകാശത്ത് നിറങ്ങുന്ന മഴവെള്ളത്തെ കുറിച്ച് അനുഗ്രഹീതമായ വെള്ളമെന്നാണ് അല്ലാഹു തആല സൂറത്തു ഖാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വിവക്ഷ രോഗശമനമാണ് എന്നല്ല. സംസം വെള്ളത്തിന് ചരിത്രത്തിലും സഹിഹായ ഹദീസുകളിലും സ്ഥിരപ്പെട്ട പ്രാധാന്യത്തെ ഒരിക്കലും നാം നിഷേധിക്കുന്നില്ല. എന്നാൽ രോഗശമനമാണെന്ന ദുർബല റിപ്പോർട്ടിനെ നാം അംഗീകരിക്കുന്നില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസം എന്ന് പറയുന്ന വെള്ളം രോഗശമനത്തിനുള്ളതാണ്. നിങ്ങൾ എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനുള്ളതാണ്. കളിയാക്കാൻ ന്യായങ്ങൾ ഉണ്ടായേക്കാം. പിന്നെന്തിനാ സൗദി അറേബ്യയിൽ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചവർ അല്ലേ? ഈ വെള്ളം കൊണ്ടുപോകുന്ന ഭാഗങ്ങളിൽ പിന്നെന്തിനാ ആശുപത്രി എന്ന് ചോദിച്ചവർ ഉത്തരം പറയാൻ ഞങ്ങളുടെ വിനയവും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രായവും ഞങ്ങളെ അനുവദിക്കുകയില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ദുർബുദ്ധി ഉപയോഗിച്ച് അതേ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തന്റെ ബുദ്ധിയുടെ ചീനച്ചട്ടിയിൽ തിളപ്പിച്ചെടുത്ത ചോദ്യങ്ങളെ കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോ ഒരു യഥാർത്ഥ മുസ്ലിമിന് കൊടുക്കാനുള്ള മറുപടി ആ ഹദീസ് സ്വഹീഹാണ് എന്ന് മാത്രമേ ഞങ്ങൾ പരിശോധിക്കുകയുള്ളൂ. മുത്തു റസൂലിന്റെ നാവുകൊണ്ട് വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസം വെള്ളത്തിന് പ്രത്യേകതയുണ്ടെന്നും അത് രോഗശമനത്തിന് കുടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ വർത്തമാനവും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമല്ല. എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെ കുറിച്ച് ദീർഘമായ ചർച്ചകൾ പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. ഈ ഹദീസ് ഹസനാണ് എന്ന് വ്യാഖ്യാനിച്ചവർ ഇത് അസ്ഹഹാണ്, ഏറ്റവും സഹിഹായ ഹദീസാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത്. ആരും ഹദീസിനെ മുൻകാല സച്ചരിതരായ പണ്ഡിതന്മാർ ഹദീസിനെ തള്ളിക്കളയാത്തോടത്തോളം കാലം പ്രിയപ്പെട്ടവരെ
എന്റെ ബുദ്ധിയിൽ തോന്നിയത്, എന്റെ യുക്തിയിൽ തോന്നിയത് ഇസ്ലാമിന്റെ പ്രമാണമായി അവതരിപ്പിച്ചുകൂടാ. ശരി, യോജിച്ചപ്പോൾ സംസം വെള്ളം രോഗശമനത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നാണോ, രോഗശമനത്തിന് പറ്റുകയില്ലെന്നാണോ? എന്താണ് തീരുമാനം? ഞങ്ങൾ ഇത് പശ്ചാത്തപിച്ചിരിക്കുന്നു, ഞങ്ങൾ നിലപാടുകൾ നന്നാക്കിയിരിക്കുന്നു. അതിനപ്പുറം പറഞ്ഞു അത് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. എവിടെ ഞങ്ങൾ കേട്ടിട്ടില്ല. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന നിങ്ങളുടെ അനുയായികൾ എന്ന് പറയുന്നവർ കേട്ടിട്ടില്ല. ചോദിക്കുകയാണ് ഞങ്ങൾ, എന്താണ് ആ വിഷയത്തിലുള്ള നിലപാട്? അവസാനിച്ചോ? അത് മാത്രമല്ല, ഇനിയും നിങ്ങൾ കേട്ടോളൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എന്താ റസൂലുള്ള പറഞ്ഞത്? എല്ലാ ഹദീസും പറയാൻ സമയമില്ല. നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വഹുവ അശദ്ദു ബയാലൻ മിനൽ ലബൻ, പാലിനേക്കാൾ ശക്തമായ വെളുപ്പുള്ളതാണ്. വസവദതുഹു ഖതായ ബനി ആദം, ആദമിന്റെ മക്കൾ ചുംബിച്ചത് കൊണ്ടാണ് ആ കല്ല് കറുത്തുപോയത് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. ഒരു ഹദീസ് അങ്ങനെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ആ കല്ല് നാളെ പ്രിയപ്പെട്ടവരെ സംസാരിക്കുകയും നോക്കുകയും ചെയ്യുന്ന പരലോകത്തെ രംഗത്തെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ ഞങ്ങൾക്കത് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. അതാണ് കെ ഉമർ മൗലവി പറഞ്ഞത്, അതാണ് അബ്ദുസ്സലാം മൗലവി പറഞ്ഞത്. സത്യം തുറന്നു പറയാൻ മടി കാണിക്കാത്ത, ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് പ്രവാചകൻ പറയുകയാണ്, വയശ്ഹദു അലാ മൻ ഇസ്തലമഹു ബിൽ ഹഖ്, ആ കല്ലിനെ തടവിയവർക്ക് വേണ്ടി ആ കല്ല് നാളെ സാക്ഷി പറയുന്ന ഒരു രംഗം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇതാ ഹദീസിലുള്ളത്. പക്ഷേ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഹദീസ് പണ്ഡിതനായി പരിചയപ്പെടുത്തുന്ന സലാം സുല്ലമിയെ പോലെയുള്ള ആള് എഴുതി വെച്ചത് എന്താ? ഹജറുൽ അസ്വദിന്റെ പോരിശ എന്ന് പറഞ്ഞുകൊണ്ട് സുല്ലമി എഴുതുന്ന വാക്ക് കേട്ടോളൂ. ഹജറുൽ അസ്വദ് ഒരു സാധാരണ കല്ലാണ്. അതിനെ ചുംബിക്കുന്നവർക്കും തൊട്ടുമുത്തുന്നവർക്കും രണ്ട് ലോകത്തും യാതൊരു ഉപകാരവും അത് ചെയ്യുകയില്ല. അതിനെ ചുംബിക്കുന്നവരെ അതറിയുകയില്ല. തവാഫ് ചെയ്യുമ്പോൾ അതിനെ ചുംബിക്കുന്നവർക്കും തൊട്ടുമുത്തുന്നവർക്കും ആംഗ്യം മാത്രം കാണിക്കുന്നവർക്കും ഈ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് അലി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായ ആ മനസ്ഥിതി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ കല്ല് ഇപ്രകാരമെല്ലാം ചെയ്യുന്നവരെ അറിയുമെന്നും ഇവർക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്നും വിശ്വസിക്കുന്നത് ശിർക്കാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വരികളെയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയല്ല, ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കലർത്തി വ്യാഖ്യാനം കൊടുക്കുന്ന പതിവാണ് ഇത്തരത്തിലുള്ള മുഫ്തിമാർക്കുള്ളത്. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല. പ്രവാചകൻ അത് സാക്ഷി നിൽക്കുമെന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കുമെന്ന് പറയാൻ 1000 വട്ടം ആണയിട്ട് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. അതാണ് സഹിഹായ ഹദീസെങ്കിൽ ഹജറുൽ അസ്വദിന് പ്രത്യേകതയുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞാൽ ആ കല്ലിന് പ്രത്യേകതയില്ല എന്ന് പറയാൻ ഞങ്ങളാരും പ്രിയപ്പെട്ടവരൊരിക്കലും തയ്യാറാവുകയില്ല. ഹദീസിന്റെ പിൻബലത്തിൽ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായാൽ പ്രത്യേകതയുണ്ടെന്ന് പറയും. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ചോദ്യം ചോദിക്കുകയാണ്, അപ്പോ ശരി, ചീത്ത ആളുകൾ ചെന്ന് ചുംബിച്ചപ്പോഴാണ് കറുത്തു പോയതെങ്കിൽ നല്ലവർ ചെന്ന് ചുംബിക്കുമ്പോ ഇടക്കൊക്കെ വെളുക്കണ്ടേ? ആ ബുദ്ധി തലക്ക് വെയിൽ കൊള്ളാതെ മൂടി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനു നേരെ പുച്ഛിച്ച് തള്ളുന്ന സ്വഭാവം അള്ളാഹുവിന്റെ ദീനിനോട് യോജിച്ചതല്ല. പരലോകത്തെ രക്ഷക്ക് ഒരിക്കലും നമുക്ക് തുണയാകാത്ത വിഷയമാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ചത്, ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ രണ്ടു കൂട്ടരുടെയും നിലപാടെന്താ? താബു, ഞങ്ങൾ പശ്ചാത്തപിച്ചിരിക്കുകയാണ്, വഅസ്ലഹു, ഞങ്ങൾ നിലപാട് നന്നാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നതോടൊപ്പം ഇത് വ്യക്തമാക്കി കൊടുക്കുന്നു ഞങ്ങൾ എന്ന് പറയാൻ എന്തൊരു വ്യക്തതയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ 100 കൂട്ടം വിഷയങ്ങൾ പറയാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല ഭൂമിയെ ചുരുട്ടി പിടിക്കുമെന്ന്, അല്ലേ? അല്ലാഹു തആല ഭൂമിയെ ചുരുട്ടി പിടിക്കുമെന്ന്. സുഹൃത്തുക്കളെ, ആ വിഷയത്തിലും അല്ലാഹു തആലയുടെ ഖുർആനോടും സുന്നത്തിനോടും യോജിക്കാത്ത നിലപാടാണ് ഈ കൂട്ടം ആളുകൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സമയത്തിന്റെ കുറവാണ്, വിശദീകരിക്കുന്നില്ലെങ്കിലും ഒരൊറ്റ വാക്കെങ്കിലും നിങ്ങൾ ആ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട്. കേട്ടോളൂ. അല്ലാഹു തആല
ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുന്ന സന്ദർഭം. ഹദീസ് ആദ്യം കേട്ടോളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. യതുബില്ലാഹു അസ്സ വജല്ല അസ്സമാവാത് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചുരുട്ടിപ്പിടിക്കുകയാണ്. അല്ലേ, ആരെ ചുരുട്ടിപ്പിടിക്കുകയാണ്? എങ്ങനെ ചുരുട്ടിപ്പിടിക്കുകയാണ്? ബിയദിഹിൽ യുംനാ ثم يأخذهن بيده اليمنى ثم يقول أنا الملك أين الجبارون أين المتكبرون. ഇങ്ങനെ സുദീർഘമായി പോകുന്നു. പിന്നെ ഭൂമിയെ കുറിച്ചും ചുട്ടിപ്പിടിക്കുന്ന ഭാഗം പറയുന്നു. ثم يطوي الأرضين بشماله. വലത് കൈയിൽ ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഭൂമികളെ ഇടത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും. ثم يقول, പിന്നെ അല്ലാഹു തആല പറയും അനൽ മലിക്, ഞാനാണ് മലിക്, ഞാനാണ് രാജാധിപതി. ശരി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. ഈ ചോദ്യം ഹദീസിൽ വന്നതാണ്. സുല്ലമി പറയുന്ന വാക്ക് കേട്ടോ. ഞങ്ങൾ വെറുതെ മാറി നിൽക്കുകയില്ല. ഇതൊരു തമാശക്കളിയല്ല. ഇവിടുത്തെ വോട്ടാർക്ക് കൊടുക്കണമെന്ന ചർച്ചയല്ല. കോൺഗ്രസ് ഘടകകക്ഷികൾ ചേരുന്നത് പോലെ, LDFന്റെ ഘടകകക്ഷികൾ ചേരുന്നത് പോലെ, പൊളിറ്റിക്സ് പ്രസ്ഥാനങ്ങൾ ചേരുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ഒരു മീറ്റിംഗ് ചേർന്ന വിഷയങ്ങളിലും ആദർശപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാതെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിന്റെയോ ദുഃഖത്തിന്റെയോ കണ്ണീര് പൊഴിച്ചാൽ തീരുന്ന ഒന്നല്ല വിഷയത്തിന്റെ നിലപാട്. ഈ മാനവകുലത്തോട് വ്യക്തമാക്കി കൊടുക്കണം. ഇതാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നതെങ്കിൽ സുല്ലമിയെ പോലെയുള്ളവർ എഴുതി വെക്കുന്നത് കേൾക്കുക. ഈ വാദം ജൂതന്മാരുടേതായിരുന്നു. ജൂതന്മാര് പറഞ്ഞ ഒരു ജൂതൻ വന്ന് ചോദിക്കുന്ന ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശരി, അങ്ങനെ അദ്ദേഹം പറയട്ടെ. പക്ഷേ അടുത്ത വരികൾ കേട്ടോളൂ. ഈ ഹദീസ് വ്യക്തമാക്കുന്നു ഇത് ജൂതന്മാരുടെ വാദമാണെന്ന്. എന്നാൽ ചില റിപ്പോർട്ടിൽ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നാൽ ചില റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി വന്നത്, ഇതൊക്കെ ഞാൻ വായിച്ച റസൂലുള്ള പറഞ്ഞതാണ്, അങ്ങനെ വന്നത് ഹദീസിൽ നിവേദകന്റെ അഭിപ്രായം പ്രവേശിച്ചതാണ്. അങ്ങനെ ഹദീസിന്റെ നിവേദകന്റെ അഭിപ്രായം പ്രവേശിച്ചതാണ്. ഇത് വ്യാഖ്യാനമാണോ ദുർവ്യാഖ്യാനമാണോ? ഇത് സത്യമാണോ ഇത് അസത്യമാണോ? പറയൂ സുഹൃത്തുക്കളെ, ഇതിലെന്തു നിലപാടാണ്? യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു തആലയെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. കണ്ണേറിന് ടി.കെ. അഷ്റഫ് സാഹിബ് പറഞ്ഞു അഊദു ബികലിമാത്തില്ലാഹി തആമ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയെ നമ്മൾ എന്തു ചെയ്യണം? കണ്ണേറിന് യാഥാർത്ഥ്യമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ്? ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചോ. യോജിക്കാൻ ചെന്ന അല്ലെങ്കിൽ യോജിപ്പിലേക്ക് വിളിച്ച് മടവൂരി വിഭാഗത്തിന്റെ നേതാക്കന്മാരോട് യുവത പ്രസിദ്ധീകരിക്കുന്ന KM മൗലവിയുടെ ഫത്വകൾ ഇന്നും നിങ്ങളുടെ ബുക്ക് സ്റ്റാളുകളിൽ വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിലപാടുകൾക്കെതിരെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ, ഞാൻ വായിച്ചു കേൾപ്പിച്ച നിങ്ങളുടെ വാദങ്ങൾക്കെതിരെ KM മൗലവിയുടെ ഫത്വകൾ അദ്ദേഹത്തിന്റെ ഫത്വയടങ്ങിയ പുസ്തകത്തിന്റെ ഉൾപേജുകളിൽ ഉണ്ടായിട്ടും അത് വിറ്റ് കാശുണ്ടാക്കി നമ്മുടെ പ്രസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? മൊയ്‌ദി ശൈഖെ രക്ഷിക്കണേ, മമ്പറത്തങ്ങളെ കാക്കണേ എന്നത് സത്യമാണ് എന്ന് പറയുന്ന ഒരു വാദം ഞാനും നിങ്ങളും വിൽക്കുന്ന പുസ്തകത്തിൽ വരാൻ പറ്റുമോ? പാടില്ല. എന്തുകൊണ്ട്? അത് ശിർക്കാണ്. എങ്കിൽ സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയുന്നതും സിഹറിൽ വിശ്വസിക്കുന്നതും അത് ചെയ്യാൻ പാടില്ല. അതിന് ജ്യോത്സ്യന്മാരെയും സിദ്ധന്മാരെയും സമീപിക്കാൻ പാടില്ല. പക്ഷേ അതിന് ഹക്കീക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലും ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് അതിനെതിരെ ഫത്വ കൊടുത്ത പണ്ഡിതന്മാരുടെ ഫത്വ വിറ്റ് കാശ് പോക്കറ്റിലിടാൻ ആര് സമ്മതം കൊടുത്തു? ഏത് രീതിശാസ്ത്രമാണ് അത് അനുവദിക്കുന്നത്? ഏത് ഇസ്ലാമിന്റെ നിയമ നടപടികളാണ് അത് അംഗീകരിക്കുന്നതെന്ന് ചോദിക്കാൻ ഞാൻ ഈ വൈകിയ വേളയിൽ പ്രിയപ്പെട്ടവരെ സമയം ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. മിഅ്റാജും ഇസ്റാഉം മിഅ്റാജും ഇല്ല, ഞാൻ ഹദീസിലേക്കും വിശദീകരണത്തിലേക്കും പ്രവേശിക്കുന്നില്ല. ഒരൊറ്റ വാക്ക് മാത്രം വായിക്കാം. മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. മിഅ്റാജ് യാഥാർത്ഥ്യമല്ല, തടി കൊണ്ട് പോയിട്ടില്ല, ആകാശാരോഹണം നടത്തിയിട്ടില്ല. പിന്നെയോ മിഅ്റാജ് ഒരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന് ഖുർആനിലുണ്ട്. ഹദീസിന് നേരെ പച്ചക്കളവ് തട്ടിവിടുന്നത് പോലെ അല്ലാഹുവിന്റെ വചനാമൃതമാകുന്ന ഖുർആനിന് നേരെ ഇതാ മിഅ്റാജ് ഒരു സ്വപ്നം മാത്രമാണ് എന്ന്
ഖുർആനിലുണ്ട് എന്ന് റിയാദുസ്സാലിഹീന്റെ പരിഭാഷ നിങ്ങൾ 3:21 വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, കാണാൻ പറ്റും ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളെ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒക്കെ വിട്ടേക്ക്. ഗൗരവമേറിയ വിഷയങ്ങൾ, വലുതുമായി വളരെ ഗുരുതരമായ വിഷയങ്ങളായി എണ്ണാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് മാത്രം എണ്ണി പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറെ വിഷയങ്ങൾ എണ്ണി പറയാനുണ്ട്. ഓരോ വിഷയത്തിന്റെയും കൃത്യത പഠിപ്പിക്കാൻ ധാരാളം വ്യാഖ്യാനങ്ങൾ എഴുതി കൂട്ടിയത് വായിച്ച് കേൾപ്പിക്കാൻ നിന്നാൽ മണിക്കൂറോ ദിവസങ്ങളോ മതിയാവുകയില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് യോജിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോ യോജിച്ചത് എന്തിന് എന്നൊരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ. ഇതാ 1400 കൊല്ലത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ പിറകോട്ട് മറിച്ചു പോകുമ്പോ ഇങ്ങനെ ഒരു ഐക്യത്തിന്റെ താളുകൾ കാണാൻ കഴിയില്ല എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നവർ നമുക്ക് സന്തോഷമുണ്ട്. നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ്. എല്ലാ മുജാഹിദുകളും ഒറ്റക്കെട്ടായി നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അതിനെ ആരും എതിർത്ത് തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഛിന്ന ഭിന്നമായി, കക്ഷികളായി, ഗ്രൂപ്പുകളായി പിരിഞ്ഞു പോകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അഖീദാപരമായ വിഷയത്തിൽ, തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന വിഷയത്തിൽ പോലും തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ കൊച്ചു സംഘത്തെ നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുകയാണ്. എന്തിന്റെ പേരില? ജിന്നും മലക്കും ഭൗതിക ശക്തികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അതാണ് ഇവിടുത്തെ സമസ്തയും പറഞ്ഞത്. ജിന്നും മലക്കുമൊക്കെ അഭൗതികമായ ശക്തികളാണ്, അല്ലേ? നമ്മളെ എന്തിനാ ജിന്നുമായി ബന്ധപ്പെടുത്തി പറയുന്നത്? ജിന്നും മലക്കുമൊക്കെ ഭൗതികമായ ശക്തികളാണ് എന്ന് നമ്മൾ പറഞ്ഞു പോയതിന്റെ പേരിൽ, അല്ലേ സുഹൃത്തുക്കളെ? അത് വെച്ചുകൊണ്ടാണ് കുഞ്ഞീദ് മദനി തന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു പരാമർശം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും അഭികാമ്യമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കുഞ്ഞീദ് മദനി പറയാണ്, ഭൗതികവും അഭൗതികവും മനസ്സിലാക്കാൻ കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളതും കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതും പഠിക്കാൻ കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന തൗഹീദിന് വേണ്ടി ജീവിച്ചു മരിച്ച മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആൾമറയില്ലാത്ത ഒരു കിണറിനടുത്തേക്ക് നടന്ന് നിരങ്ങി പോകുന്ന ഒരു കുട്ടിയെ കാണുന്ന, വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്ന ഉമ്മയും വല്ലിമ്മയും ഒക്കെ കിണറിനടുത്തെത്തി നിൽക്കുന്ന കുട്ടിയെയാണ് കാണുന്നത്. കിണറിനടുത്തതാ ഒരു മുഹമ്മദ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, കുഞ്ഞീദ് മദനി വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ കിണറിനടുത്ത് നിൽക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ ഈ കുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ട് പറയാം, മുഹമ്മദേ എന്റെ കുട്ടിയെ രക്ഷിക്കടാ എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം പറയുമോ ആ പെണ്ണ് ശിർക്ക് ചെയ്തു എന്ന്? ഇല്ല. ഞാൻ ഇവിടെ വീഴാൻ പോവുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ജോസഫിനോട് പറയുന്നു, കൃഷ്ണനോട് പറയുന്നു, രാമനോട് പറയുന്നു, മുഹമ്മദിനോട് പറയുന്നു, എന്റെ കൈയൊന്ന് പിടിക്കടാ, ഇത് ശിർക്കാണെന്ന് ആരെങ്കിലും പറയുമോ? എന്തുകൊണ്ട്? കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലെ വിളിയാണ്. മുഹമ്മദ് എന്ന് പറയുന്ന കിണറിനടുത്ത് നിൽക്കുന്ന ഈ കുട്ടി നിരങ്ങി കിണറിന്റെ അടുത്തേക്ക് എത്താനായപ്പോ കുട്ടിയുടെ അമ്മ പറഞ്ഞു കിണറിന്റെ അടുത്ത് നിൽക്കുന്ന മുഹമ്മദിനോട്, മുഹമ്മദേ എന്റെ കുട്ടിയെ രക്ഷിക്കടാ. പക്ഷേ ആ കുട്ടിയുടെ മറ്റൊരു വല്യമ്മ പറയുകയാണ്, അല്ലാ എന്റെ കുട്ടിയെ രക്ഷിക്ക്. അത് യഥാർത്ഥ പ്രാർത്ഥനയാണ്. അതാണ് തൗഹീദിന്റെ പ്രാർത്ഥന. വീട്ടിലെ മറ്റൊരുത്തൻ പറയുകയാണ്, മുയ്ദി ശൈഖ് എന്റെ കുട്ടിയെ രക്ഷിക്ക്. ശരി, അള്ളാഹുവിനോട് പറഞ്ഞതുപോലെയാണ് ഈ വിളി. എന്തുകൊണ്ട്? മുഹമ്മദ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കുട്ടിയെ പിടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് പോലെയാണോ? അള്ളാഹു രക്ഷപ്പെടുത്തല്ല. അള്ളാഹുവിനൊന്നും ആവശ്യമില്ല. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള വിളിയാണത്. ശരി, കാര്യവും കാരണമൊന്നുമില്ലാതെ അള്ളാഹുവിന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഏതൊക്കെയോ മറഞ്ഞ വഴികളിലൂടെ ഷെയ്ഖ് മുഹീദ്ദീനോ ഷെയ്ഖ് റിഫായി ഷെയ്ഖോ മറ്റേതെങ്കിലും ബീവിമാരോ ആ വിളി വിളിക്കുമ്പോ അവരത് കേൾക്കും, ഇടപെടും, ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുമെന്ന വിശ്വാസത്തിലാണ്. ഈ രണ്ട് വിളിയും, അള്ളാഹുവിനെ വിളിച്ച വിളിയും ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ച വിളിയും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള വിളിയാണ്. കിണറിന്റെ വക്കിൽ നിന്ന് മുഹമ്മദിനെ വിളിച്ച വിളി കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലെ വിളിയാണ്. വിശദീകരിച്ചു തരാനുള്ള സമയമില്ല. സുഹൃത്തുക്കളെ, കേട്ടുനിന്നവരെ, ഐക്യത്തിനെതിരല്ല നമ്മള്, ഐക്യത്തിന്റെ ആഹ്വാനത്തിന്റെ പടപ്പാട്ടുമായി ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടവരാണ് നമ്മൾ. ഐക്യത്തിനൊരിക്കലും നമ്മൾ എതിരല്ല. പക്ഷേ
മനസ്സിലാക്കണം, എവിടെ നിന്നുകൊണ്ടാണ് ഐക്യപ്പെടേണ്ടത്, എവിടെ നിന്നുകൊണ്ടാണ്. തൗഹീദിലും ശിർക്കിലും തന്നെ അഭിപ്രായ വ്യത്യാസമായി നിൽക്കുമ്പോ നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ ഐക്യപ്പെട്ടുകൊണ്ട് ജാട കാണിക്കുകയല്ല. എന്നിട്ട് പറയുന്നു സ്വകാര്യ സംസാരത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ മാറ്റുകയില്ല. അവർ അവരുടെ നിലപാടിലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിലും ഉറച്ചു പോവാനാണ് തീരുമാനമെന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നു, നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഐക്യത്തിനെതിരായി നിൽക്കുന്ന ഏതോ ഒഴുക്കിൽ പോകുന്ന ചണ്ടികളെ പോലെ എതിര് നിൽക്കാൻ വേണ്ടി പറയുകയാണ്. എല്ലാവരും ഐക്യപ്പെടുമ്പോ സന്തോഷിക്കുന്നതിന് പകരം കച്ചറയുണ്ടാക്കാൻ വേണ്ടി പറയുകയാണ്. അല്ല, ഒരിക്കലുമല്ല. ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടു കൂട്ടരും എഴുതുന്ന ലേഖനങ്ങളെ പരിശോധിച്ചാൽ ആദർശപരമായി മാനസികപരമായി ഐക്യപ്പെട്ടിട്ടില്ല എന്നത് തെളിയിക്കാൻ പിന്നെ പതിറ്റാണ്ട് പിറകിലേക്കുള്ള ചരിത്രം പറയേണ്ടതില്ല. എല്ലാം മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, എല്ലാം യോജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കാണുന്ന പ്രിയപ്പെട്ടവരെ വർത്തമാനങ്ങളിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇവിടെ ചേർന്ന സമസ്തക്കാരോട്, മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെടാത്തവരോട് വിനയത്തോടെ വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത് തൗഹീദ് ഒരൊറ്റായത്ത് മാത്രം. ഞാനും നിങ്ങളും ഒക്കെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം ദുആ ചെയ്ത് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിത്തരുന്ന ഒരുപാട് ഉപമകളിൽ നിന്ന് ഒരൊറ്റ ഉപമ ഈ കൂടിയിരിക്കുന്നവർക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ഉപമ ലോകത്തിലെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഈ ആയത്തൊന്ന് പരിശോധിക്കാൻ നിങ്ങൾ ശ്രമം നടത്തണമെന്ന് മാത്രം പറയാൻ. തൊട്ടടുത്ത പ്രദേശത്ത് ജാരം കെട്ടി ജാറത്തിൽ ആളുകളോട് തേടിപ്പോകുന്നവരുണ്ടെങ്കിൽ, കേരളത്തിന്റെ നാനാമുക്ക് മൂലകളിൽ ഖബറാളികളോട് പ്രാർത്ഥിച്ചു പോകുന്നവരുണ്ടെങ്കിൽ, ജോത്സ്യനെ സമീപിക്കുന്നവരുണ്ടെങ്കിൽ, ജോത്സ്യനെയും കൈനോട്ടക്കാരനെയും ഒക്കെ സമീപിച്ചുകൊണ്ട് അവർ പറയുന്ന വാക്ക് കേട്ടാൽ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായി പോകുമെന്നും അതിൽ വിശ്വസിച്ചു കളഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ അവിശ്വസിച്ചവനായി മാറുമെന്നുമൊക്കെ പറഞ്ഞിരിക്കുന്ന വർത്തമാനങ്ങൾ, പ്രവാചകന്റെ തിരുവചനങ്ങൾ കേട്ടവരാണ് നമ്മൾ. എങ്കിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ തയ്യാറാവുക, നേർച്ച വഴിപാടുകൾ അവന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കാൻ തയ്യാറാവുക, ബലിയെറുക്കുമ്പോൾ അവന്റെ പേരിൽ മാത്രം ബലിയെറുക്കാൻ തയ്യാറാവുക, സത്യം ചെയ്യുമ്പോ വല്ലാഹി അള്ളാഹുവാണ് സത്യമെന്ന് പറയാൻ തയ്യാറാവുക. അതിന് തൗഹീദിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലെത്താൻ ഒരൊറ്റ വചനം മാത്രം. യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസലുൻ, ഒരു ഉപമ ഇതാ ഇവിടെ വിവരിച്ചു തരികയാണ്. ഫസ്തമിഉ ലഹു, ആ ഉപമ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഉപമയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ലയഖ്ലുഖു ദുബാബ വലബിജ്തമഉ ലഹു വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅ ലാ യസ്തൻകിദൂഹു മിൻഹു പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് അൽ ഹജ്ജിലെ 73-ാമത്തെ വചനമാണ്. ഒരു ഈച്ചയോടാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളത്. ഏറ്റവും നിസ്സാരമായ ജീവികൾ വെച്ച് അള്ളാഹു തആല ഉപമ പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഈ ദീനിന്റെ വെളിച്ചമെത്താൻ വേണ്ടി തന്നെയാണ്. കൊതുകിനെ, ഈച്ചയെ, ഉറുമ്പിനെ, എട്ടുകാലിയെ, നിസ്സാര ജീവികളെ ലോകത്തിന്റെ രക്ഷിതാവ്, പ്രപഞ്ചത്തിന്റെ നാഥനായ, അണ്ഡകടാഹങ്ങളുടെ അധിപനായ അള്ളാഹ് ഉപമിക്കുന്നത്, ഏറ്റവും ചെറിയ ജീവികൾ വെച്ച് ഉപമിക്കുന്നത് സാധാരണക്കാരെ, നമുക്കറിയുന്ന ഒരു ജീവി വെച്ചുകൊണ്ട് പറയുന്നത് വേഗം ഹൃദയത്തിലേക്ക് എത്താനാ. ഒരു അള്ളയല്ലാത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ ഉപമ ഏതുപോലെ അള്ളാഹു പറയുന്നത്, ഭക്ഷണപാത്രത്തിൽ നിന്ന്, ഭക്ഷണ തളികയിൽ നിന്ന്, നിങ്ങളുടെ വസ്തുക്കളിൽ നിന്ന് ഒരു ഈച്ച വല്ലതും തട്ടിപ്പറിച്ചു കൊണ്ടുപോയാൽ, കാലിൽ ഇറുക്കി പിടിച്ച് പറന്നു പോയാൽ ആ ഈച്ചയിൽ നിന്ന് പോലും അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അവർക്ക് സാധ്യമല്ല. ആർക്ക് സാധ്യമല്ല? ഖബറിൽ കിടക്കുന്നവർക്ക് സാധ്യമല്ല, ചോദിക്കാൻ പോയവർക്ക് സാധ്യമല്ല, പ്രാർത്ഥിക്കുന്നവന് സാധ്യമല്ല, പ്രാർത്ഥിക്കപ്പെടുന്നവനും സാധ്യമല്ല. അതുകൊണ്ട് തൗഹീദിന്റെ വെളിച്ചം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. വെറുതെ എന്തെങ്കിലും പറയുകയാണ് എന്ന്
ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഖബറിലെ ശിക്ഷ ഇല്ലെന്ന് പറയുന്നവരെ കുറിച്ച് കേൾക്കുമ്പോ നാളെ ആ ഖബറിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോ കൈകടിച്ചത് കൊണ്ട് കാര്യമില്ലാത്ത ഒരു ലോകത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പോയി കിടക്കണം. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാൻ കിട്ടാതെ ഹോ ഹോ ലാദിരി എന്ന് പറയുന്ന ഹദീസുകളെ കുറിച്ച് ഞാനും നിങ്ങളും കേട്ടതാണ് അല്ലേ? ശിക്ഷകളെ കുറിച്ച് പറഞ്ഞിട്ട് നരകത്തിൽ ഒരു കവാടം ഖബറിലേക്ക് തുറക്കുന്നതിനെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൃത്യതയോടുകൂടി പറഞ്ഞു തന്നതാണ്. അല്ലാഹുവിനോട് രക്ഷ ചോദിക്കാൻ പറഞ്ഞു. എവിടെ നിന്ന്? മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ടും ഈ കൃത്യതയുള്ള ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് ഒരു ടീം കൃത്യതയോടുകൂടി നടന്നു പോകുന്നു. നമ്മൾ യോജിക്കുകയാണ്. ഈ വിഷയത്തിലൊക്കെയുള്ള നിലപാട് എന്തെന്ന് പറയുന്നില്ല. ഈ കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇത് പറയുമ്പോ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഐക്യത്തിനെതിരായി നിൽക്കുന്ന ഒരു ടീമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയവരുണ്ടോ എങ്കിൽ ഞാനിതൊരു വാക്കുകൂടി പറയട്ടെ. 1400 കൊല്ലങ്ങൾക്കിടയിൽ ഇങ്ങനൊരു യോജിപ്പ് ഉണ്ടായിട്ടില്ല എന്ന അഭിമാനത്തോടു കൂടി പറയുകയാണെങ്കിൽ കാപ്പറ്റ്യത്തിന്റെ നിഫാഖിന്റെ ഡെപ്താണ്, ആഴമാണ് പ്രിയപ്പെട്ടവരെ ഈ കാണിക്കുന്നത്. ആർക്കും യോജിക്കാം. ഞാൻ എന്റെ ആദർശത്തിൽ നിൽക്കുന്നു, അവർ അവിടെ ആദർശത്തിൽ നിൽക്കുന്നു. ഒരാൾ ശിർക്കിലാണെന്ന് നിൽക്കട്ടെ, ഒരാൾ തൗഹീദിലായി നിൽക്കട്ടെ, ഒരാൾ നിഫാഖിലായി നിൽക്കട്ടെ, ഒരാൾ നല്ല ഈമാനിൽ നിൽക്കട്ടെ, നമുക്ക് യോജിക്കാം എന്ന് പറയുകയാണെങ്കിൽ ആർക്കും യോജിക്കാം. മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൃത്യതയുള്ള പ്രമാണത്തിലേക്ക് മടങ്ങിക്കൊണ്ടുള്ള യോജിപ്പിലേക്കാണ് ഞാനും നിങ്ങളും സ്വപ്നം കാണേണ്ടത്. ആ യോജിപ്പാണ് മുസ്ലിം ഉമ്മത്ത് ആഗ്രഹിക്കുന്നത്. ആ യോജിപ്പാണ് ഈ കൈരളിയിലെ ആദർശ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിച്ചത്. ആ ആഗ്രഹിച്ചതിലുള്ള യോജിപ്പിന്റെ രംഗം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യതയോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കാൻ ആണത്തത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറയണം. ഈ വിഷയത്തിലൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇതാ തിരുത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെ നിലപാട് ഇതാണ്. ഏറ്റവും ചുരുങ്ങിയത് പരാമർശിക്കപ്പെട്ട സലാം സുല്ലമിയെങ്കിലും എഴുന്നേറ്റ് നിന്ന് ആളുകൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഞാൻ സിഹറിനെ നിഷേധിച്ചവനാണ്, ഞാൻ കണ്ണേറിനെ നിഷേധിച്ചവനാണ്, ഞാൻ സിറാത്ത് പാലത്തെ നിഷേധിച്ചവനാണ്, ഞാൻ മെഹറാജിനെ നിഷേധിച്ചവനാണ്, ഞാൻ ഖബർ ശിക്ഷയെ നിഷേധിച്ചവനാണ്. ഈ നിഷേധിച്ച കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് പറയണം സമൂഹത്തോട്, ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്താരെന്നെ കളിയാക്കിയാലും എന്റെ പരലോകമാണ്, ആ മോക്ഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. സഹാബത്തിന്റെ മുൻഗാമികളുടെ പാത സ്വീകരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ആ നിലപാടിലേക്കാണ് പോവേണ്ടത് എന്ന് മാത്രം. ഇതൊരു നസീഹത്തിന്റെ സംസാരമാണ്, ഗുണകാംക്ഷയുടെ സംസാരമാണ്. ഒരുപക്ഷേ എന്റെ ശൈലി കൊണ്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ ഇല്ല, ആരോടുമുള്ള വിരോധമല്ല. ഞാൻ ആവർത്തിക്കുകയാണ്, സത്യസന്ധമായ ദീനി പ്രബോധന പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് നടത്താം, നമുക്ക് തടസ്സമില്ല. പക്ഷേ ആദർശത്തിലേക്ക് മടങ്ങണം, ആദർശത്തിലേക്ക് മടങ്ങണം. അത് 2002 മടങ്ങാമെന്നല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിലപാടിലേക്ക് നമുക്ക് 2000 ഞങ്ങൾ മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. മൂടിവെച്ചാൽ ഒരുപാട് കാലം മൂടിവെക്കാൻ കഴിയില്ല. ഇത് മാത്രമേ ഈ വൈകിയ വേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്റെ സംസാരം ഏതാനും മിനിറ്റുകൾ അധികപ്പറ്റായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലോകരക്ഷിതാവായ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് അല്ലാഹു ആനയിച്ചു കൊണ്ടുപോകുന്ന, അല്ലാഹുവിന്റെ മാലാഖമാർ ആനയിച്ചു കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്ക് അല്ലാഹു എനിക്കും നിങ്ങൾക്കും പ്രവേശനം നൽകുമാറാകട്ടെ. വ്യക്തിപരമായി നമുക്കാരോടും വൈരാഗ്യമില്ല, സംഘടനപരമായി ആരോടും വൈരാഗ്യമില്ല. അല്ലാഹുവേ, ഈ വാക്കിലും സംസാരത്തിലും എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവേ, റഹ്മാനും റഹീമുമായ അല്ലാഹ് പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നും തൗഹീദെത്താത്ത, വെളിച്ചമെത്താത്ത ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അല്ലാഹുവേ ദീനെത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കരുത്തു നൽകണേ അല്ലാഹ്. കളിയാക്കുന്നവരുടെയും ആക്ഷേപിക്കുന്നവരുടെയും കുത്തിപ്പറയുന്നവരുടെയും തട്ടിപ്പറയുന്നവരുടെയും വാക്കുകളിൽ ഞങ്ങൾ മാറി നിൽക്കുന്നു അല്ലാഹ്. അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാഹ്, അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാഹ്, അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാഹ്. ബലഹീനരായ
മ്യാൻമർ പോലെയുള്ള പ്രദേശത്ത്, ബർമ പോലെയുള്ള പ്രദേശത്ത് കൊത്തി നുറുക്കി അല്ലാഹുവേ ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വേദന കടിച്ചു മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിന് നീ നിർഭയത്വം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.